കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ശത്രു സംഹാര പൂജ നടന്നു. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്, വലിയ വെടി നാലേ ചെറിയ വെടി. നിങ്ങളെല്ലാവരും പറഞ്ഞു മൊട്ട ഞാൻ എന്തോ കൂടോത്രം ചെയ്തു. ഞാൻ കൂടോത്രം ചെയ്യുന്ന ആളല്ല. കൂടോത്രം ചെയ്യുന്നവരും ശത്രു സംഹാര പൂജ ചെയ്യുന്നവരും തമ്മിലൊക്കെ അങ്ങനെ കണക്ട് ചെയ്തു. ഞാൻ അങ്ങനെ ശത്രു സംഹാര പൂജ, കൂടോത്രം, നേർച്ച, പ്രാർത്ഥന അതൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ഈ എന്താ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ടൈപ്പ് ആളാണ്. പക്ഷെ ഒരാൾ പോയി ഒരു ശത്രു സംഹാര പൂജ ചെയ്തു. പിന്നെ സംഭവിച്ചതാണ് ഇതൊക്കെ. ആദ്യം രവി പോയി, പിന്നെ കൂടെ ഉണ്ടാകുന്ന ഇക്ക പോയി. ഇനി ആരൊക്കെ പോവോ എന്തോ. ആ ആന്റണിയോടൊന്ന് സൂക്ഷിച്ചിരുന്നോളാൻ പറ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഓരോരുത്തരെ കൂടെ നിന്നവർ പോയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ആന്റണിയുടെ കാര്യം ഇവിടെ നമുക്കറിയത്തില്ലായിരിക്കും. ശരിക്കുള്ള ശത്രുക്കളായിരിക്കും ചിലപ്പോൾ ഇവിടെ നിഗ്രഹിക്കപ്പെടുന്നത്, സംഹരിക്കപ്പെടുന്നത്. രണ്ടൊന്നാണല്ലേ. അപ്പോൾ ശത്രു സംഹാര പൂജയുടെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. അല്ല ചെകുത്താന് കൂടോത്രവും മന്ത്രവാദവും ഒന്നും ഇല്ല. മന്ത്രവാദവും കൂടോത്രമൊക്കെ ചെയ്തവർ ചെയ്തതിന്റെ ആയിരിക്കും ചിലപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ആരാണെന്നും എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും ആരുടെ പവറാണെന്നും മനസ്സിലായി. എൻ്റെ അല്ല, ഞാനല്ലേ. ഞാൻ ഇതിനകത്ത് ഇവരുടെ കാര്യത്തിലൊന്നും ഇടേണ്ട എനിക്കൊരു ആവശ്യമില്ല. നമ്മുടെ ആരും കഴിഞ്ഞ് പോയി. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. നിങ്ങൾ നാലിച്ച് ശത്രു സംഹാരം, കൂടെ നിന്നവരൊക്കെ ശത്രുക്കളാണെന്നുള്ളത് ഇപ്പം എങ്കിലും മനസ്സിലായോ അണ്ണ? അണ്ണൻ വിശ്വാസിയല്ലേ അണ്ണ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് അന്ന് മനസ്സിലായി. അണ്ണ എന്തിനപ്പി കാണിക്കുന്നത്? ഇമാതിരി ഇന്ന് പയലുകളൊക്കെ കൂടാണ് കൂട്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. പുള്ളി തിരുവനന്തപുരത്ത് എന്തിത് ഇങ്ങനെയൊക്കെയാണ്. ഇത് എന്തൊരു കൂട്ടുകാരിത്? കൂടെ നടക്കുന്നതിനൊക്കെ കണ്ടില്ലേ കാണിച്ച് കൂട്ടണത്? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കിടന്ന് പണയണ കേട്ട ഒന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കുഞ്ഞാവേ അല്ലേ. എനിക്കൊന്നിനും ഉത്തരവില്ല. എനിക്ക് ചോദിച്ച ഉത്തരം പറയാൻ എനിക്കറിയത്തില്ല. എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മളൊന്ന് ചായ കുടിച്ചവരില്ലേ, ചോറുന്നവരില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ശരിയാടോ, ഇയാൾ കഴിച്ച ഒരു ഹോട്ടലിൽ ഇരുന്ന് കഴിക്കും, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒത്തിരി പേര് ഇരുന്ന് കഴിക്കുക വെച്ചു. അവരോടൊക്കെ ചെന്ന് പറയാം നമ്മളൊന്നും ചെയ്യുന്ന കഴിച്ചല്ലേ. എന്തായാലും ശത്രു സംഹാര പൂജ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, ഞാൻ പോകുന്നു. ബൈ ബൈ.